മോനെ, ഞാൻ ഇവിടെ 20 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് ഞാൻ ഇവിടെ ഈ നാട് വിട്ടൊന്നും പോയിട്ടില്ല. ഞാൻ ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. AMMA താരസംഘടനയിൽ ഇന്ന് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഓരോ ചേട്ടന്മാരും ചേച്ചിമാരും വരിവരിയായിട്ട് വരും ഓരോ കഥകൾ നിങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ. പ്രിയപ്പെട്ടവരെ, മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് വേണ്ട തെളിവ് സഹിതമുള്ള സത്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം മനസ്സിലാക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് ധൈര്യപൂർവ്വം ക്ലിക്ക് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് വരാം. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പ്, ഒരു നിർമ്മാതാവിൻ്റെ, സിബിലാൽ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവിൻ്റെ വോയിസ് ക്ലിപ്പ് ഞാൻ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പല ആളുകൾ ആ വീഡിയോ കണ്ടതിന് ശേഷമാണെന്ന് തോന്നുന്നു ആ വോയിസ് ക്ലിപ്പ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ നല്ല കാര്യം. ഓക്കെ, ഞാൻ പിന്നെ ഇന്നലെ സിബിലാൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെളിവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി പറഞ്ഞ പല കാര്യങ്ങൾക്കുമുള്ള തെളിവ്. ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു, ഫെബ്രുവരി 23-ന് നമ്മുടെ അജിൻ എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂവറിന്റെ ഒരു ചാനലിൽ, ഒരു ഓൺലൈൻ മീഡിയ ചാനലിൽ ലക്ഷ്മിപ്രിയയുടെ ഒരു വോയിസ് വന്നിട്ടുണ്ട്. അതിൽ ലക്ഷ്മിപ്രിയ പറയുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ 20 ലക്ഷം രൂപ തട്ടിയെന്നൊക്കെ ആരൊക്കെയോ ഇവിടെ പറഞ്ഞു നടക്കുന്ന കേട്ടു. തെളിവുണ്ടോടാ? 10,16,000 രൂപ അക്കൗണ്ടിൽ തള്ളിത്തന്നാ പറയുന്നത്. അതിന് തെളിവുണ്ടോടാ? തെളിവുണ്ട് ചേച്ചി, കേട്ടോ, തെളിവുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, തെളിവുകളെല്ലാം ഉണ്ട്. പിന്നെ കേസ് തള്ളിപ്പോയി എന്നാണ് ചേച്ചി പറയുന്നത്. കേസ് എങ്ങും തള്ളിപ്പോയിട്ടില്ല. കേസ് കോടതി ഇരിപ്പുണ്ടേ. ഈ മാസം 26-നെങ്ങാണ്ട് ഫൈനൽ ഹിയറിംഗ്. ചേച്ചി, നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, പണി കിട്ടും. ഏതെങ്കിലും കാലത്ത് പണി കിട്ടും. ഇതുപോലുള്ള ഏതെങ്കിലും ഒരുത്തൻ തെളിവും കൊണ്ട് ഇറങ്ങും. മനസ്സിലായോ ചേച്ചി? അത് ആദ്യമേ മനസ്സിലാക്കണം. പിന്നെ ഈ ലക്ഷ്മിപ്രിയ ചേച്ചി ഒരു ഊമക്കത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. കാണിച്ചു തരാം ഞാൻ ആ ഊമക്കത്ത്, എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ കാണണം കേട്ടോ. പിന്നെ ഹൈപ്പിൻ്റെ കാര്യം മറക്കരുത്. ആരൊക്കെയോ എൻ്റെ ചാനൽ അടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാടാ? നാണമില്ലേടാ എന്ന് എനിക്ക് ചോദിക്കാറുള്ളൂ. സത്യങ്ങൾ ജനങ്ങൾ അറിയട്ടെ. മനസ്സിലായോ? എന്താണെങ്കിലും ഇന്നലെ ആ ഒരു സിനിമ നിർമ്മാതാവ് ലക്ഷ്മിപ്രിയ 20 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് പറയുന്ന വ്യക്തി നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്നോട് സംസാരിച്ചു, ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആ വ്യക്തി പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ ചേച്ചി ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അത് കേൾക്കാം. മോനെ, ഞാൻ ഇവിടെ 20 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് ഞാൻ ഇവിടെ ഈ നാട് വിട്ടൊന്നും പോയിട്ടില്ല. ഞാൻ ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. 20 ലക്ഷം രൂപ തട്ടിയെടുത്തെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരട്ടെ. 20 ലക്ഷം രൂപ മോന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു സാധനം, 20 ലക്ഷം രൂപ നമ്മൾ ചുമ്മാ ഒരു സാധനമാണോ ഞാൻ ഇങ്ങോട്ട് തട്ടിയെടുക്കാനായിട്ട്? ആരോപണങ്ങളൊക്കെ കോടതിയിൽ തെളിയിക്കട്ടെ. കോടതിയിൽ വളരെ ധീരമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. തെളിവുകൾ സഹിതം കോടതി കൊണ്ടുവന്ന് കേസ് നടത്തി ജയിക്കട്ടെ. എനിക്ക് പറഞ്ഞൂടെ അജിൻ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത അജിൻ, അല്ലെങ്കിൽ എന്നെ മോൻ കണ്ടിട്ടുണ്ടാവാം, പരിചയപ്പെട്ടിട്ടുണ്ടാവും. ലക്ഷ്മിപ്രിയത്തെ അജിന്റെ പൈസ ഞാൻ തട്ടിയെടുത്തു, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, എന്റെ പൈസ അജിൻ അങ്ങ് തട്ടിയെടുത്തു എന്ന് വെറുതെ പറയാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമാണോ? ഇവിടെ കൃത്യമായിട്ടൊരു ലോ ആൻഡ് ഓർഡർ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം. ഇത് കഴിഞ്ഞ 4-5 വർഷമായിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. കേസ് തള്ളിപ്പോയ ഒരു കേസാണല്ലോ ഇത്. ഇപ്പൊ ഒരു ആരോപണങ്ങൾ വന്നപ്പോ ഇതെടുത്തിട്ടേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അല്ല, ഇനി അതിന്റെ ഫർദർ ഇതിലേക്ക് ഒന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാന് ഇവിടുത്തെ ഈ പിന്നെ എന്താ പറയാ, എനിക്കോ മറ്റുള്ളവർക്കോ യാതൊരു ഗുണവും ഇല്ലാത്ത ഒരു കാര്യം നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും അവസാനമായി കേസിന്റെ ചേച്ചി നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ടോ. ബാക്കി ഫർദർ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ലെന്ന്. ചേച്ചി ചെല്ലേ, എന്താ ഫർദർ കാര്യങ്ങളിലേക്ക് പോകാത്തത്? പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നാണം കെടും എന്ന് നിങ്ങൾക്കറിയാം. കാരണം വാ തുറന്ന മണ്ടത്തരം മാത്രമേ ചേച്ചി വിളിച്ച് പറയാറുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം നല്ല ഒന്നാന്തരം ഒരു മണ്ടത്തരം വിളിച്ച് പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടതല്ലേ. ചാനലുകാരുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് 1.5 മണിക്കൂർ, 1 മണിക്കൂർ 20 സെക്കൻഡ്, 20 മിനിറ്റ് 18 സെക്കൻഡ് അല്ലേ, 17 സെക്കൻഡ് 17 മിനിറ്റ് 20 സെക്കൻഡ്, അത്രയും മാത്രമേ കുട്ടി അവിടെ ഇരുന്നിട്ടുള്ളൂ പോലീസ് സ്റ്റേഷനിൽ. ഒന്ന് ആലോചിക്കണം. പോലീസുകാർക്ക് വരെ പണി കിട്ടും. ഓക്കെ, ഒന്നാമത്തെ കാര്യം, നേരത്തെ മുൻകൂട്ടി പേപ്പറും എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുത്താൻ പറ്റുള്ളൂ. അത് മെയിൻ കാര്യം.
പിന്നെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഇവർ ചെല്ലുന്ന സമയത്ത് CCTV ഇല്ല. പിന്നെ എങ്ങനെയാണ് ചേച്ചി കറക്റ്റായിട്ട് ഈ തെളിവ് എങ്ങനെയാണ് ചേച്ചി ഫോണിൽ വല്ലതും റെക്കോർഡ് ചെയ്തതോ പോലീസ് സ്റ്റേഷനിലിരുന്ന്? അല്ല, അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് ചേച്ചി. പണി വരും ചേച്ചിക്ക്, മനസ്സിലായോ? മണ്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പോകുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് ഓർത്ത് ചിന്തിച്ചിട്ടൊക്കെ പറയാൻ ശ്രമിക്കുക ലക്ഷ്മിപ്രിയ ചേച്ചി. പിന്നെ ചേച്ചി എല്ലാം പോട്ടെ പോട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ, അത് വേറൊന്നും കൊണ്ടല്ല, തെളിവുകളുണ്ടേ, തെളിവുകൾ. ബാക്കി കേക്ക് നടത്തുക എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഒളിച്ചോടുകയല്ലോ ചെയ്തിരിക്കണേ. ഞാൻ ഈ നാട്ടിൽ തന്നെ എന്റെ കുടുംബവുമായിട്ട് ഈ സിനിമയിലും അഭിനയിച്ച് നിങ്ങൾ കാണുന്ന പ്രോഗ്രാംസും അറ്റൻഡ് ചെയ്ത് ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഈ ലോകത്ത് തന്നെ ഞാനുണ്ട്. ഞാനെങ്ങും ഒളിച്ചോടിയിട്ടില്ല, എവിടെയും ഒളിച്ചോടിയില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് തെളിവ് അക്കൗണ്ടിൽ ഇട്ട് തന്നെങ്കിൽ അക്കൗണ്ടിൽ അതിന് തെളിവുണ്ടാവണ്ടേ, സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവണ്ടേ? എവിടെ സ്റ്റേറ്റ്മെന്റ്? എവിടെ? കൈ തന്നെങ്കിൽ കൈ തന്നതിന് തെളിവുണ്ടാവില്ലേ? സ്റ്റേറ്റ്മെന്റ് എൻ്റെ കയ്യിലുണ്ട് ചേച്ചി, എൻ്റെ കയ്യിലുണ്ട് സ്റ്റേറ്റ്മെന്റ്, മനസ്സിലായില്ലേ? പോലീസുകാർ ഇറങ്ങിയിട്ട് എൻ്റെ ഈ വീഡിയോ വല്ലതും തൂക്കിയിട്ട് എവിടെയാടാ സ്റ്റേറ്റ്മെന്റ്, താടാ, ചുമ്മാ ഓരോന്ന് വിളിച്ച് പറയല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്ക് വന്നാൽ ഞാൻ കൊടുക്കും, മനസ്സിലായോ? ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ വേറൊരു കാര്യം, വീഡിയോയിലോട്ട് നമുക്കത് അങ്ങോട്ട് കുത്തിക്കയറ്റാൻ പറ്റത്തില്ല. നാളെ ചേച്ചി എനിക്കിട്ട് പണി തരുവേ, മനസ്സിലായോ? അക്കൗണ്ട് ഡീറ്റെയിൽസിനകത്ത് ബാക്കി കാര്യങ്ങൾ, പേര്, ബാക്കി പരിപാടികളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പണി വരും. അതുകൊണ്ട് മാത്രം ഞാൻ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നില്ല. എൻ്റെ കയ്യിൽ 101% കയ്യിലിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഉറപ്പ് തരുന്നത്. എൻ്റെ കയ്യിലുണ്ട് ചേച്ചിക്ക് പൈസ ഇട്ട് കൊടുത്തതിൻ്റെ സകല തെളിവുകളും. ഓക്കെ, ഇനി ബാക്കി നമുക്ക് കേൾക്കാം. ഇതെന്താ വെള്ളരിക്കപ്പെട്ടനാണോ? ഇതപ്പോ ഇന്നും ഇന്നലെ എന്ന് പറഞ്ഞാൽ സമ്മതാവില്ല. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കേസ് തള്ളിപ്പോയ ഒരു കേസാണ്, മനസ്സിലായില്ലേ? എന്റെ ഊമക്കത്ത് അയച്ചിട്ടാണോ പറയുന്നത് ഒരാള് പൈസ തന്നു എന്ന് പറയുന്നത്? ആ ഊമക്കത്ത് വായിക്കുമ്പോ തന്നെ മനസ്സിലാവുന്നില്ലേ അത് കള്ളത്തരമാണെന്നുള്ളത്? മനസ്സിലാവുന്നില്ലേ? എന്റെ വക്കീൽ എന്ന് പറയുന്നത് ലോകം അറിയുന്ന ഒരു വക്കീലിനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അല്ല, ഈ 4 വർഷത്തെ കാര്യമൊക്കെ ഇപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്. ഇതുവരെ അവരുടെ അതെന്താ ചേച്ചി ലോകം അറിയുന്നൊരു വക്കീല്? ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് അറിയാമോ? അമേരിക്കയിലെ നമ്മുടെ ട്രംപ് അണ്ണനും ജോർജ് ബുഷ് അണ്ണനും ഒക്കെ അറിയാമോ? അറിയാമായിരുന്നോ ചേച്ചിയുടെ വക്കീലിനെ? എന്തെങ്കിലും ആയിക്കോട്ടെ, ചേച്ചി വിവരക്കേട് പറ. പക്ഷെ വേറൊരു കാര്യം ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ, ഈ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് കാണിക്കാൻ. കയ്യിൽ കൊടുക്കുന്നതിൻ്റെ തെളിവ് എങ്ങനെയാ ചേച്ചി കാണിക്കാൻ പറ്റുന്നത്? പിന്നെ അക്കൗണ്ടിൽ തന്നതിൻ്റെ അതിൻ്റെ തെളിവുണ്ട്. ഓക്കെ, തെളിവ് കാണിക്കുന്ന പറഞ്ഞ് കൂവുമ്പോൾ ആലോചിക്കണം, തെളിവ് ഉണ്ടെങ്കിൽ പണി കിട്ടും, തെളിവുണ്ട്. കൂടാതെ കേസ് തള്ളിപ്പോയെന്ന് പറയുന്നുണ്ടല്ലോ, ഏത് കേസാണ് ചേച്ചി തള്ളിപ്പോയത്? ഏത് കേസാണ് തള്ളിപ്പോയത്? അല്ല, എൻ്റെ അറിവിൽ ഈ വരുന്ന 26-ാം തീയതി ആ കേസിൻ്റെ ഹിയറിംഗ് ഉണ്ടേ. ചേച്ചിക്ക് ഇതൊന്നും അറിയാൻ പാടില്ലായോ? അത് ഞങ്ങളുടെ കുറ്റമല്ല, മനസ്സിലായില്ലേ? എല്ലാം പോട്ടെ, ചേച്ചി 20 ലക്ഷത്തിൻ്റെ ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അതെന്തിനാ പിന്നെ കൊടുത്തത്? എൻ്റെ ഇരിപ്പുണ്ട്, ആ ചെക്കിൻ്റെ ഫോട്ടോയും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് സേസി. അതിനകത്തെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു സേസി. എന്താണ് എൻ്റെ സംശയം എന്നറിയോ? ചേച്ചിയുടെ പേര് ഈ സബീന ജയേഷ് എന്നാണല്ലേ? സബീന ജയേഷ് എന്നാണല്ലോ ആ ചെക്കി കിടക്കുന്നത്. ശരിക്കുള്ള പേര് സബീന എന്നായിരുന്നല്ലേ? നേരത്തെ ഒരു മുസ്ലിം യുവതി ആയിരുന്നല്ലേ? ഈ ചേട്ടനെ കെട്ടാൻ വേണ്ടി മതം അറിയതാണല്ലേ? അല്ല, അങ്ങനെയൊക്കെ കേട്ടു, അതൊന്നും എനിക്കറിയത്തില്ല സത്യമാണോ അല്ലയോ എന്നൊന്നും. പക്ഷെ ചെക്കിൽ കിടക്കുന്നത് സബീന അജേഷ് ഏലിയാസ് ലക്ഷ്മി പ്രിയ എന്ന് വ്യക്തമായിട്ട് ചേച്ചി കൊടുത്ത ചെക്ക് കിടപ്പുണ്ട് ചേച്ചി, ചേച്ചിയുടെ ഒപ്പുണ്ട് ചേച്ചി, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ പെടും, ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങാതെ. ഓക്കെ, നമുക്ക് ബാക്കി കുറച്ചും കൂടെ കേൾക്കാം. ജനങ്ങൾ അറിഞ്ഞിട്ട് എന്തിനാണ്, എന്ത് കാര്യത്തിനാണ്? ഞാൻ നാളെ ഇലക്ഷൻ ഒന്നും മത്സരിക്കില്ല. ലക്ഷ്മി ചേച്ചി, അതായത് ചേച്ചിക്കെതിരെ ഒരു കൂട്ടം ആളുകള് ആക്രമിക്കുമ്പോൾ ഇതിന്റെ സത്യം എന്തായാലും അറിയണം. ഇപ്പം തന്നെ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് 4 വർഷം മുമ്പ് തള്ളിക്കളഞ്ഞൊരു കേസാണ്. അതെ, തെളിവില്ല. അക്കൗണ്ടിൽ പൈസ 10,16,000 രൂപ അക്കൗണ്ടിൽ തന്നു എന്ന് പറയുമ്പോ 10,16,000 രൂപയുടെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. ആ തന്നു എന്ന് പറയുന്ന വ്യക്തിയോടും ചോദിക്കും, റിസീവ് ചെയ്ത് എന്റെ അടുത്തും ചോദിക്കും. ഞാൻ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ ഒരു കാര്യമില്ല. അദ്ദേഹം ഹാജരാക്കിയ ഡോക്യുമെന്റ്സിൽ അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഇല്ല. ഇവിടെ ഇപ്പം പറയുന്നത് 10 ലക്ഷമല്ല 20 ലക്ഷമാണ്. അതെ, 10 ലക്ഷം രൂപ കൈ തന്നു. എനിക്ക് പറഞ്ഞൂടെ 1 കോടി രൂപ കൊണ്ട് തന്നു. ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻകം തൊണ്ട സാധനം ഉണ്ടാവില്ലേ? അതെ, ചുമ്മാ തന്നുകൊണ്ട് 20,000 രൂപയ്ക്ക് മേൽ ഒരാൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്നെ കൊടുക്കാനുള്ള പിന്നെ റൈറ്റ് ഇല്ല.
അക്കൗണ്ട് ത്രൂ അല്ലാതെ കൊടുക്കാൻ റൈറ്റില്ല. അക്കൗണ്ട് ത്രൂ അല്ലാതെ കൊടുത്തു എങ്കിൽ അതിനുള്ള തെളിവുകൾ അദ്ദേഹം ഹാജരാക്കട്ടെ. അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാണ്? പാലം കടക്കും വരെ നാരായണ നാരായണ. തെളിവുകൾ അദ്ദേഹം കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ചേച്ചി, മനസ്സിലായോ? ആ തെളിവ് ഞാനും കണ്ടതാ. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ വർത്താനം കേട്ടിട്ട് പുച്ഛം തോന്നുന്നത്. പുച്ഛം. ഇതെല്ലാം പോട്ടെ, നിങ്ങൾ എന്തിനാ പിന്നെ 20 ലക്ഷത്തിൻ്റെ ചെക്ക് പുള്ളിക്ക് തിരിച്ചു കൊടുത്തത്? പുള്ളിയുടെ പേരും എഴുതി നിങ്ങൾ ഒപ്പിട്ട് 20 lakhs ചെക്ക് എന്തിനാണ് നിങ്ങൾ കൊടുത്തത്? എനിക്ക് അത്രയേ ചോദിക്കാനുള്ളൂ ലക്ഷ്മിപ്രിയ ചേച്ചി. ആ ചെക്കിൻ്റെയും നമ്മൾ കണ്ടായിരുന്നു, ഫോട്ടോ പടം നമ്മൾ കണ്ടായിരുന്നു കേട്ടോ ചേച്ചി. ചേച്ചി കയ്യിൽ നിന്ന് മൊത്തം പോയി. പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ചെയ്യുന്ന പോലെ നമ്മൾ ആരെങ്കിലും തെളിവ് സഹിതം ഇങ്ങനെ വന്ന് സത്യം പറയുമ്പോൾ നമ്മുടെയൊക്കെ വീഡിയോ അങ്ങോട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കാം. നാട്ടുകാരിലേക്ക് കൂടുതലായിട്ട് വീഡിയോകൾ എത്താതിരിക്കാൻ ശ്രമിക്കാം. മനസ്സിലായോ? നിങ്ങളുടെ ഹോൾഡും നിങ്ങളുടെ പുറകിലുള്ള ആൾക്കാരെയും വെച്ചിട്ട്. പക്ഷേ സത്യം എന്നാണെങ്കിലും പുറത്തു വരും. കോടതിയിലിരിക്കുന്ന കേസാണ്. ലക്ഷ്മിപ്രിയ അതൊന്നും മനസ്സിലാക്കുക. പിന്നെ ഇവരൊരു ഊമക്കത്തിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ, ആ കത്ത് ഞാനിവിടെ കാണിച്ചു തരാം. അമ്മയിലേക്ക് ചെന്നൊരു കത്താണ്, ഞാൻ നിങ്ങൾക്ക് വായിച്ചും തരാം. എന്നിട്ട് പ്രധാനപ്പെട്ട ഒരു വീഡിയോ കാണിക്കാറുണ്ട്. അതിനു മുമ്പ് ഇത് കേട്ടോ. അമ്മ സംഘടനയിലെ അംഗങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഒരു തുറന്ന കത്ത്. ബഹുമാനപ്പെട്ട സിനിമാ പ്രവർത്തകരെ, മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്ന നിലയിലാണ് ഞാനിത് എഴുതുന്നത്. അതിലുപരി നിങ്ങളുടെ സംഘടനയിലെ ഒരു ഭാരവാഹിയിൽ നിന്ന് നേരിട്ട ചതിയിൽ തകർന്നു പോയ ഒരു മനുഷ്യൻ്റെ അടുത്ത സുഹൃത്താണ് ഞാൻ. ശ്രീ സിബിലാലിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഞാൻ ഈ കത്ത് നിങ്ങൾക്കായി എഴുതുന്നത്. അവൻ്റെ നിസ്സഹായ അവസ്ഥയും സങ്കടവും നേരിട്ട് കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരമൊരു തുറന്ന കത്തെഴുതാൻ ഞാൻ നിർബന്ധിതനായത്. നിങ്ങളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സബീന അബ്ദുൾ ലത്തീഫ്, ലക്ഷ്മിപ്രിയ, ഭർത്താവ് ശ്രീ പി ജയദേവ് എന്നിവർക്കെതിരെ സിബിലാൽ നൽകിയ വഞ്ചന കേസ് ഇന്ന് കോടതിയുടെ പരിഗണനയിലാണ്. ഒരു സഹപ്രവർത്തക എന്ന നിലയിലുള്ള വിശ്വാസത്തിൽ ആറാട്ടുമുണ്ടൻ എന്ന സിനിമയുടെ നിർമ്മാണത്തിനായി അദ്ദേഹം നൽകിയ വലിയൊരു തുക ഇവർ വഞ്ചനയിലൂടെ കൈക്കലാക്കി എന്നതാണ് പരാതി. ഇതിനിടെ നിർണായകമായ കോടതി നടപടികൾ വരാനിരിക്കുന്ന 2026 മാർച്ച് 3 നടക്കെയാണ്. നീതിക്ക് വേണ്ടി നിയമപരമായി പോരാടുന്ന എൻ്റെ സുഹൃത്ത് ഇന്ന് അനുഭവിക്കുന്ന മാനസിക പീഡനം വിവരിക്കാനാവില്ല. ഗുണ്ടകളെ ഉപയോഗിച്ചുള്ള ഭീഷണികളും അയ്യോ ദുർമന്ത്രവാദം നടത്തി കുടുംബത്തെ നശിപ്പിക്കാമെന്ന ഭയപ്പെടുത്തലുകളും അവനെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. സത്യം പുറത്തു വരാതിരിക്കാൻ ഒരു മനുഷ്യനെ എന്തൊരു രീതിയിൽ തറക്കാമോ അതെല്ലാം ഇവിടെ നടക്കുന്നു. ഏറ്റവും ഗൗരവപരമായ കാര്യം ഈ ചതിയെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ സഹിതം സിബിലാൽ ആദ്യം ഇമെയിൽ വഴിയും പിന്നീട് നേരിട്ടെത്തിയും നിങ്ങളുടെ സംഘടനയിൽ സംഘടനയിൽ നേരിട്ടൊക്കെ എത്തി പുള്ളി പറഞ്ഞു എന്ന് പുള്ളി എന്നോട് പറഞ്ഞതാണ്. ഈ കത്തിലും ഊമക്കത്തിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നേരിട്ടെത്തിയും നിങ്ങളുടെ സംഘടനയ്ക്ക് പരാതി നൽകിയിരുന്നു എന്നതാണ്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ പരാതിയിൽ യാതൊരു മറുപടിയോ തുടർ നടപടിയോ ഉണ്ടായിട്ടില്ല. ഒരു ഭാരവാഹിക്കെതിരെ പരാതി വരുമ്പോൾ അത് അന്വേഷിക്കാനും മറുപടി നൽകാനും സംഘടന തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? ലക്ഷ്മിപ്രിയ തൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു ഈ പരാതിയുടെ നടപടികൾ തടയുകയാണോ? അങ്ങനെ കുറച്ചും കൂടെ ഉണ്ട്. മതി, ഇത്രയും മതി. അതായത് ലക്ഷ്മിപ്രിയക്കെതിരെ വന്ന ഞാൻ ഇവിടെ കാണിച്ചു തന്നേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് കുത്തിയിരുന്ന് വായിച്ച് നോക്കാം. കുറച്ചും കൂടെ ഉണ്ട്. എന്നെ കൊണ്ട് വയ്യടേ, മടുത്തു പോയി. ചേച്ചിക്കെതിരെ ആരോ ഈ വ്യക്തിയുടെ, ഈ സിബിലാൽ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിൻ്റെ സുഹൃത്ത് ആരോ അയച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ലക്ഷ്മിപ്രിയ പറയുന്നത് സിബിലാൽ തന്നെ ചെയ്തു എന്നാണ്. അതിനെപ്പറ്റി ഞാൻ സിബിലാലിനോട് ചോദിച്ചിട്ടില്ല. വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാം. ഇനി അയാൾ തന്നെ എഴുതിയതാണോ എന്ന് എനിക്ക് അറിയില്ല. എന്താണെങ്കിലും അറിയാത്ത കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞാരെയും ബൂസ്റ്റ് ചെയ്യിക്കാൻ ഇവിടെ നിൽക്കുന്നില്ല. പക്ഷേ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ലക്ഷ്മിപ്രിയ പൈസ മേടിച്ചതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. മനസ്സിലായോ? എന്നിട്ട് തിരിച്ചൊരു ചെക്കും കൊടുത്തു. ആ ചെക്കാണെങ്കിൽ ബൗൺസ് ആയിട്ടുണ്ട്. അത് പുള്ളിക്ക് കാശായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ എന്തൊക്കെയായിരുന്നാലും ലക്ഷ്മിപ്രിയ ഇസ് എ ചീറ്റ്. പറയുന്ന വാക്കിൽ ഒരുപാടൊന്നും ആരും നെഞ്ചത്തടിച്ചങ്ങോട്ട് വീണ് വിശ്വസിക്കാനൊന്നും പോകണ്ട. അത് എനിക്കൊന്ന് നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്താനുണ്ട്. ഇനി വേറൊരു ചേട്ടായി, ദ സൂപ്പർ സ്റ്റാർ ഓഫ് അമ്മ സംഘടന AMMA, ഒന്ന് കണ്ടേ നിങ്ങളിത്. ഊപ്പർസെ എല്ലാം മേളിലാണ്. കേസിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് അൻസിബയുടെ കാര്യം ചോദിക്കുമ്പോൾ കേട്ടല്ലോ നിങ്ങൾ. ഇയാളുടെ എവിടുന്നാണ് ഇത്രയും പൈസ ഈ ടീനി ടോമിൻ്റെ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. സിനിമകൾ വല്ലതും ഉണ്ടോ പുള്ളിക്ക്? അതോ ഇനി വേറെ വല്ല ബിസിനസ്സോ പരിപാടി എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ അറിവിൽ അങ്ങനെ ഗംഭീരമായിട്ടുള്ള വേഷങ്ങളൊന്നും ഇദ്ദേഹം സിനിമയിൽ ചെയ്തതായിട്ട് ഈ അടുത്തെങ്കിലും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ? അല്ലെങ്കിൽ സ്ഥിരം സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണോ ടീനി ടോം? സ്ഥിരം കഥാപാത്രങ്ങൾ കിട്ടാറുള്ള ഒരു വ്യക്തിയാണോ? സിനിമകൾ കിട്ടുന്നുണ്ടോ ഇദ്ദേഹത്തിന്? പക്ഷേ റിച്ച്നെസ്സിനൊന്നും ഒരു കുറവുമില്ല. വൻ സെറ്റപ്പാണ് ചേട്ടായി. ആയിക്കോട്ടെ, നമ്മൾ അതിനകത്തൊന്നും ഒരു കുറ്റവും പറയുന്നില്ല എൻ്റെ പൊന്നെ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ടീനി ടോമേട്ടാ, സത്യം ഒരു ദിവസം പുറത്തു വരും. നിങ്ങൾ അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടിയോട് എന്തിനാണ് ഇത്രയും ക്രൂരത കാണിച്ചതെന്ന് അത്യാവശ്യം ബോധമുള്ള എല്ലാവർക്കും മനസ്സിലായതാണ്. കൈയിട്ട് വാരാൻ പറ്റുന്നില്ല അവളുള്ളപ്പോൾ, അല്ലേ? അവിടെ മതം തിരുകാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. ആ കുട്ടി ഇതിനെയൊക്കെ എതിർത്തു. വേണ്ട, മതവും രാഷ്ട്രീയവും ഒന്നും ഇതിനകത്ത് വേണ്ട എന്ന് പറഞ്ഞ് നിന്നപ്പോൾ അവൾക്ക് മറ്റേ സാധനം എന്താണ്, അവിഹിതം, അത് നിങ്ങൾ ഉണ്ടാക്കി ഇല്ലേ? അവസാനം അവൾക്കെതിരെ ലക്ഷ്മിപ്രിയയെ കൊണ്ട് കേസ്. ആ കേസ് എന്തായാലും ഏതാണ്ട് തീരുമാനമാവും. ലക്ഷ്മിപ്രിയയുടെ തനിക്കോണം നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. ഓക്കെ, അതുകൊണ്ട് അത് വിട്. ലക്ഷ്മിപ്രിയയുടെ കാര്യം തന്നെ അത് ഇപ്പം ഗോപി വരയ്ക്കേണ്ട ഒരു അവസ്ഥയിലാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? തെളിവുകളുണ്ട് കേട്ടോ. ലക്ഷ്മിപ്രിയയ്ക്ക് കാശ് കൊടുത്തതിനുള്ള തെളിവുകളുണ്ട്. ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയതുകൊണ്ടാണ്, എൻ്റെ ആണെങ്കിൽ എനിക്ക് കാണിച്ചു തരാം, വേറൊരാളുടെ ആയതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. കയ്യിലുണ്ട്. പോലീസുകാരെങ്കിലും ഒക്കെ ചോദിച്ചു വരികയാണെങ്കിൽ ഞാൻ കൊടുത്തോളാം. ഞാനിപ്പോൾ പറഞ്ഞത് മുഴുവൻ ഈ വോയിസ് ഒക്കെ കേട്ടിട്ട് എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ട്. മിക്കവാറും കുറച്ച് കാര്യങ്ങളും കൂടെ ഈ ഒരു വിഷയമായിട്ട് എനിക്കിന്ന് വൈകുന്നേരത്തേക്ക് അറിയാൻ സാധിക്കും, നിങ്ങളിലേക്ക് എത്തിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.